ഇനി നമുക്ക് ഉള്ളിയെല്ലാം ചേർത്തിട്ടുള്ള ഒരു കിച്ചടി റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 4 ചെറിയ ഉള്ളി മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക, അരിയാതെ മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നല്ല എരിവുള്ളത് പൊടി പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളി നീളനെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് ചില്ല് പരിവാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 1/4 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം നീളനെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പിലയും 3 വലിയ സൈസ് തന്നെ തക്കാളി എടുക്കുക കേട്ടോ. അതിലേക്ക് അതും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. വലിയ സൈസ് എല്ലാം മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരുന്നതിന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് പാത്രം കാണിച്ചിട്ടാ. ഇത് കൂടാതെയും വേറെ പാത്രങ്ങളുണ്ട്. എൻ്റെ ഒരു അനിയത്തി കുട്ടിയുണ്ട്, വിനീതാണ് വിളിക്കുക, ചെന്നൈയിലാണ് താമസം. ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് യൂട്യൂബിലേക്ക് പാത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം. താങ്ക് യു വിനി. അപ്പോൾ അതാ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ക്യാരറ്റാണ് കേട്ടോ, 2 ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പീസുകളായിട്ട് അരിഞ്ഞേക്കണത്, വല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പച്ചപ്പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും 2 എണ്ണം മീഡിയം പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായംപൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ കൂടെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് വിൻ തന്ന ഗ്ലാസ്സിൽ തന്നെ അരി നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ ഇത് കുഞ്ഞിയ ഗ്ലാസ്സാണ് കേട്ടോ. 2 ഗ്ലാസ് കൂടിയാലാണ് നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിലത്തെ 1 കപ്പ് ആവുക. അപ്പോൾ ഞാൻ ഇവിടെ 3 അങ്ങനത്തെ ഗ്ലാസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഇത് ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ, നമുക്ക് മേടിക്കാൻ കിട്ടില്ല. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആ കഴുകി വെച്ച അരിയും പിന്നെ ചെറുപയർ പരിപ്പും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി എത്രയാണോ, പച്ചരിയാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അത് അരി എത്രയാണ് നമ്മൾ എടുക്കണം അതിൻ്റെ 1/3 ഭാഗമാണ് ഈ ചെറുപയർ പരിപ്പ് എടുക്കേണ്ടത്. ഇനി അതൊന്ന് അരിയിലൊക്കെ ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് 4 ഇരട്ടി വെള്ളം, ഈ അരിയും ചെറുപയർ പരിപ്പും കൂടിയിട്ടുള്ള അളവിൻ്റെ 4 ഇരട്ടി കൂടുതൽ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് പാകത്തിനുണ്ടായിരിക്കണം. അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ആ നേരം കൊണ്ട് നമുക്ക് പനീർ ഞാനിവിടെ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു വിസിലടിച്ച് അതിന് ശേഷം എയറൊക്കെ നന്നായി പോയതിന് ശേഷം തുറന്നെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കുക. അതിന് ശേഷം തന്നെ നമുക്ക് ആ പനീറും കൂടെ ഇട്ടിട്ട് ഒന്ന് നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 5 ഇരട്ടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.